നമസ്കാരം. കേരളത്തിന്റെ മണ്ണിൽ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആക്രമ സംഭവങ്ങൾ കേവലം ക്രമസമാധാന പ്രശ്നമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ബേക്കൽ പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കാർ റേസിംഗ് തടയാനെത്തിയ പോലീസിനെ ക്രൂരമായി ആക്രമിച്ചതും ഇതിനു മുൻപ് പൂഞ്ഞ സെന്റ് മേരീസ് ഫെറോന പള്ളിമുറ്റത്ത് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതും തമ്മിൽ വലിയൊരു അദൃശ്യ ബന്ധമുണ്ട്. ഇത് വെറും യുവാക്കളുടെ അഭ്യാസ പ്രകടനം മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. സ്കൂൾ വിട്ട് കുട്ടികൾ മടങ്ങുന്ന സമയത്ത് കോമ്പൗണ്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി 6ഓളം കാറുകൾ അമിത വേഗതയിൽ റേസിംഗ് നടത്തിയത് പിഞ്ചുകുട്ടികളുടെ സുരക്ഷയെ പോലും വകവയ്ക്കാതെയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ബേക്കൽ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് സംഭവം കൂടുതൽ വഷളായത്. വാഹനങ്ങൾ പുറത്തേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ട പോലീസിനെതിരെ പ്രതികൾ തിരിഞ്ഞത് അങ്ങേയറ്റം ആസൂത്രിതമായിട്ടാണ്. എസ്ഐ പ്രിൻസ് ജോണിന്റെ കോളറിൽ പിടിച്ചു തള്ളുകയും നെഞ്ചിലിടിക്കുകയും വാഹനത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് കയ്യിൽ കുത്തുകയും ചെയ്ത സംഭവം വെളിപ്പെടുത്തുന്നത് നിയമപാലകരെ പോലും ഭയമില്ലാത്ത ഒരു വിഭാഗം വളർന്നു വരുന്നു എന്നാണ്. ഒപ്പമുണ്ടായിരുന്ന CPOമാർക്കും മർദ്ദനമേറ്റു. ഇൻസ്പെക്ടർ MK അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തി ബലം പ്രയോഗിച്ചാണ് 5 പേരെ കസ്റ്റഡിയിലെടുത്തത്. P. അബ്ദുൽ ഖാദർ, മുഹമ്മദ് ഷിജാസ്, ഇസ്തിയാഖ് മഹ്മൂദ്, മുഹമ്മദ് കൈസ്, CV തസ്ലീം എന്നിവരാണ് കേസിലെ പ്രതികൾ. 6 കാറുകൾ പോലീസ് പിടിച്ചെടുത്തു. ഈ സംഭവത്തെ പൂഞ്ഞ സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ സംഭവവുമായി ചേർത്ത് വായിക്കുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാകും. 2024 ഫെബ്രുവരി 23 നടന്ന ആ ആക്രമണം കേരളത്തെ ഞെട്ടിച്ചതാണ്. സ്കൂൾ ഫെയർവെൽ ആഘോഷത്തിന്റെ പേരിൽ പള്ളിമുറ്റത്ത് അതിക്രമിച്ചു കയറി അമിതവേഗതയിൽ പാഞ്ഞ വിദ്യാർത്ഥികളെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിന് നേരെ വധശ്രമമുണ്ടായത്. വൈദികനെ വാഹനമിടിപ്പിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകമായ പള്ളിമുറ്റത്ത് വെച്ചൊരു വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയാകാം? പള്ളിക്കരയിൽ പോലീസിനെ ആക്രമിച്ചതും പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ചതും ഒരേ അഹങ്കാരത്തിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. പൊതുസ്ഥലങ്ങളെയും ആരാധനാലയങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അഴിഞ്ഞാട്ടം നടത്തുന്നവർക്ക് എന്ത് സാമൂഹിക മത പിന്തുണയാണുള്ളതെന്ന് സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അജണ്ടകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ പൊതു ഇടങ്ങളിൽ തങ്ങളുടെ മേൽക്കോയ്മ ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നിയമപാലകരെയും പൊതുപ്രവർത്തകരെയും മതം നോക്കാതെയും ഭയക്കാതെയും ആക്രമിക്കാൻ ധൈര്യം കാണിക്കുന്ന ഇത്തരം സംഘങ്ങൾ കേരളത്തെ ക്രമേണ ഒരു അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. ആരാധനാലയങ്ങളെയും സ്കൂളുകളെയും ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരം ഇടങ്ങളിൽ ഭീതി പരത്തുന്നതിന് പിന്നിൽ ഇസ്ലാമിക് അജണ്ട നടപ്പാക്കുക എന്ന ലക്ഷ്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം സംഭവങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന നിശബ്ദത അത്യന്തം അപകടകരമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ട് ആക്രമികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഭൂരിഭാഗം മുഖ്യധാര രാഷ്ട്രീയക്കാരും മടിക്കുന്നു. പള്ളിക്കരയിൽ പോലീസ് ആക്രമിക്കപ്പെട്ടപ്പോൾ നടപടി ഉണ്ടായെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ കർമ്മ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നില്ല. ഏത് മതവിഭാഗത്തിലോ രാഷ്ട്രീയത്തിലോ പെട്ടവരായാലും തെറ്റ് ചെയ്യുന്നവരെ ശക്തമായി നേരിടേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ പ്രതികളെ മതപരമായി സംരക്ഷിക്കാനും അവർക്ക് രാഷ്ട്രീയ പിന്തുണ നൽകാനും ഒരു വിഭാഗം എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. ഈ പ്രവണത തുടർന്നാൽ അത് കേരളത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കും. നമ്മുടെ പോലീസിനും നമ്മുടെ മണ്ണിലെ സമാധാനത്തിനും മുകളിൽ ഒരു അജണ്ടയും വളരാൻ അനുവദിച്ചുകൂടാ. പള്ളിക്കരയിലും പൂഞ്ഞാറിലും നടന്നതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടൽ അത്യാവശ്യമാണ്. ഇത്തരം ആക്രമികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ കടുത്ത വകുപ്പുകൾ ചുമത്തുകയും അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുകയും വേണം. ഒരു രാഷ്ട്രീയ ഇടപെടലുകളും ഇതിൽ ഉണ്ടാകരുത്. നിയമലംഘകരെയും മതവെറി തലയ്ക്ക് പിടിച്ചവരെയും സമുദായവും പൊതുസമൂഹവും ഒറ്റപ്പെടുത്തണം. ആക്രമികൾക്ക് യാതൊരുവിധ പിന്തുണയും നൽകരുത്. സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, തിരക്കേറിയ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണം. CCTV നിരീക്ഷണം കൂടുതൽ വ്യാപിപ്പിക്കണം. മതത്തിന്റെ പേരിൽ ആക്രമണം നടത്തുന്നത് ഭീരുത്വമാണെന്നും അത് സ്വന്തം സമൂഹത്തെ തന്നെ അപമാനിക്കുന്നതാണെന്നും യുവാക്കളെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ നാട് സമാധാനത്തിന്റെ വഴിയിലൂടെ പോകണമെങ്കിൽ ഇത്തരം കാടത്തങ്ങൾ അവസാനിപ്പിക്കണം. സ്കൂൾ ഗ്രൗണ്ട് പോലെ പവിത്രമായ ഒരിടത്ത് പിഞ്ചുകുട്ടികളുടെ സുരക്ഷയെ പോലും വകവയ്ക്കാതെ ആയുധങ്ങളുമായി കാറുകൾ റേസിംഗ് നടത്താൻ ധൈര്യപ്പെടുന്നു എങ്കിൽ അവർക്ക് ലഭിക്കുന്ന പിന്തുണ എത്രത്തോളം ശക്തമാണെന്ന് നാം തിരിച്ചറിയണം. പോലീസിനെ ആക്രമിക്കുക, SIയുടെ കോളർ പിടിക്കുക, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങിയവയെല്ലാം ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്.
ഇവർക്ക് ഈ അഹങ്കാരം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢാലോചനകൾ അത്ര നിസ്സാരമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ വളർന്നു വരുന്നത് നിയമത്തെ പുച്ഛിക്കുന്ന ഒരു സമാന്തര ശക്തിയാണ്. നിയമവാഴ്ചയെ തകർത്ത് തങ്ങളുടെ ഇഷ്ടാനുസരണം പൊതു ഇടങ്ങൾ കൈയടക്കി അക്രമം അഴിച്ചുവിടുക എന്ന ഈ ശൈലി കേരളത്തിലെ പലയിടത്തും പതുക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ മൗനം പാലിക്കുന്നത് വോട്ട് ബാങ്ക് താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ആത്മാഭിമാനമുള്ള ഒരു സമൂഹം ഇത്തരത്തിൽ പോലീസിനെ തല്ലുന്നതിനെയും ആക്രമം അഴിച്ചുവിടുന്നവരെയും നോക്കി നിൽക്കാൻ പാടില്ല. ഈ ആക്രമങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾക്കപ്പുറം ഒരു വലിയ സാമൂഹിക പ്രക്ഷോഭം തന്നെ ഉയർന്നു വരണം. പള്ളിക്കരയിലെ 5 പ്രതികളെ പിടികൂടിയത് കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ മൈൻഡുകളെയും കണ്ടെത്തണം. നമ്മുടെ കേരളം അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യം ഇന്ന് ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ട്. സമാധാനത്തിന്റെ പേര് പറഞ്ഞ് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ നാളെ ഇതിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പോലീസിനെ ആക്രമിച്ചാൽ തങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന ധാരണ മാറ്റാൻ സർക്കാർ കർശനമായ നടപടികൾ സ്വീകരിക്കണം. ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ തുരത്താൻ പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം. സാമൂഹിക അരാജകത്വത്തെ പിന്തുണയ്ക്കുന്ന ഏത് ശക്തിയും ഒറ്റപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിന് നേരെയുണ്ടായ ക്രൂരമായ വധശ്രമവും പള്ളിക്കരയിലെ ആക്രമണവും തമ്മിലുള്ള സാമ്യം വെറും യാദൃച്ഛികമല്ല. പൊതുസ്ഥലങ്ങളെയും പള്ളികളെയും സ്കൂളുകളെയും ജിഹാദികൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതൊരു ആസൂത്രിതമായ നീക്കമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആളുകളുടെ ജീവൻ പോലും നോക്കാതെയുള്ള ഈ പ്രകടനത്തിന്റെ അർത്ഥം ചോറ് കഴിക്കുന്ന ഓരോ മലയാളിക്കും മനസ്സിലാവും. മതത്തിന്റെ മറവിൽ നിയമങ്ങളെ കയ്യിലെടുക്കുകയും തങ്ങൾക്കിഷ്ടമില്ലാത്തവരെയും തങ്ങളെ ചോദ്യം ചെയ്യുന്നവരെയും ആക്രമിക്കുകയും ചെയ്യുന്നത് ഒരു തരം ജിഹാദി അജണ്ടയുടെ പ്രകടനമാണ്. കേരളത്തിലെ മതേതരത്വം എന്നത് ഇപ്പോൾ ഇസ്ലാം വിഭാഗത്തിന് അക്രമം നടത്താനുള്ള ലൈസൻസായി മാറിയിരിക്കുന്നു. ഇവർ അഴിഞ്ഞാടുമ്പോൾ മതേതരവാദികൾ മൗനം പാലിക്കുന്നു. സാംസ്കാരിക നായകർ നിശബ്ദരാണ്. ഇതൊരു ഭീരുത്വമാണ്. നമ്മൾ ഭാരതീയരാണ്. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. പള്ളിക്കരയിലെ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സംഭവം ഒരു മുന്നറിയിപ്പാണ്. നാളെ ഇത് നമ്മുടെ വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും വ്യാപിച്ചേക്കാം. ഈ അക്രമികൾക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തത്? കേവലം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രം ചാർത്തി അവരെ പുറത്തിറക്കിയാൽ ഇവർ നാളെ ഇതിലും വലിയ ആക്രമം ചെയ്യും. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കണം. ഇത്തരം പ്രവണതകളെ ഒതുക്കിയില്ല എങ്കിൽ കേരളം ഒരു സ്ഫോടക വസ്തുവിന് മുകളിൽ ഇരിക്കുന്ന അവസ്ഥയിലാകും. ജിഹാദി അജണ്ടകൾക്ക് കീഴടങ്ങാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ പോലീസും നമ്മുടെ വൈദികരും നമ്മുടെ കുട്ടികളും സുരക്ഷിതമായിരിക്കണം. ഇതിനായി നമ്മൾ ജാഗ്രത പാലിക്കണം. ഇത്തരം അക്രമികൾക്ക് യാതൊരുവിധ സഹായമോ പിന്തുണയോ നൽകാൻ പാടില്ല. അവരെ സാമൂഹികമായി ബഹിഷ്കരിക്കണം. അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. അവരുടെ വേരുകൾ തേടി അന്വേഷണം എത്തണം. രാഷ്ട്രീയക്കാർ വോട്ട് ബാങ്ക് നോക്കി നിശബ്ദത പാലിക്കുമ്പോൾ നമ്മൾ സത്യം വിളിച്ചു പറയണം. പൂഞ്ഞാറിലെയും പള്ളിക്കരയിലെയും ആക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നൽകുന്നതുവരെ നമ്മുടെ പോരാട്ടം തുടരണം. ആക്രമം കൊണ്ട് ആരെയും തോൽപ്പിക്കാമെന്ന അഹങ്കാരം ഇല്ലാതാക്കണം. നാളത്തെ തലമുറയ്ക്ക് ആക്രമണമില്ലാത്ത ഒരു കേരളം സമ്മാനിക്കാൻ നമ്മൾ ഇന്ന് പ്രതികരിക്കണം. പൂഞ്ഞാറിലെ വൈദികന് നേരെയുണ്ടായ ആക്രമണവും പള്ളിക്കരയിൽ പോലീസിന് നേരെയുണ്ടായ ആക്രമണവും ഗൗരവമുള്ള മുന്നറിയിപ്പുകളാണ്. ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ ഭാവിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കും. നിയമം കയ്യിലെടുക്കുന്ന ഇത്തരം ശക്തികളെ തിരിച്ചറിയുക, അവരെ തുറന്നു കാട്ടുക. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും സംസ്കാരത്തിനും മേൽ കടന്നുകയറാൻ ആരെയും അനുവദിക്കരുത്. ഈ വാർത്തയും ഇതിലെ ഗൗരവവും ഓരോ മലയാളിയും അറിഞ്ഞിരിക്കണം. അക്രമം കൊണ്ട് ആരെയും തോൽപ്പിക്കാമെന്ന അഹങ്കാരം ഇല്ലാതാക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിലനിൽക്കണം. ഈ സംഭവം വെറും വാർത്തയല്ല, നമ്മുടെ നിലനിൽപ്പിനായുള്ള വെല്ലുവിളിയാണ്. ഈ വാർത്ത മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.